ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുംഭമാസത്തിലെ ഭരണിയാണ്. ഇന്ന് ഞങ്ങൾ അടുത്തുള്ള കാളിയമ്മയുടെ ക്ഷേത്രത്തിൽ ഞാനും മോളും കൂടെ വൈകുന്നേരമായപ്പോൾ പോകുവാണ്. ഇന്ന് പോണതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത്, നമ്മുടെ ഈ അമ്പലത്തിൽ മീനമാസത്തിലെ ഭരണിയാണ് ഉത്സവം വന്നത്. പക്ഷേ ഈ കുംഭമാസ ഭരണിയിൽ മൂത്തേടത്തുകാവിൽ അമ്മയ്ക്ക് കുംഭകോണമായി പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ വെളിച്ചപ്പാട് കുംഭകോണം എടുത്ത ആൾക്കാർക്ക് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവേ. ഇവിടുത്തെ വെളിച്ചപ്പാടിനെ ദേവി അനുഗ്രഹിച്ച് അതിനുശേഷം ഉപദേവതമാരെ എല്ലാം തൊഴുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഇത് നമ്മുടെ അവിടെയാണ്, വടക്കു വശത്താണ് ഈ അമ്പലത്തിൽ ഗുരുതി നടത്തുന്നത്. ഇത് ഗുരുതി നടന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പാല തനിയെ കിളുത്ത് വന്ന, അടുത്ത് നിൽക്കുന്ന പാല കണ്ടോ, ആ പാല തനിയെ കിളത്ത് വന്നതാണ് ആ ഗുരുതി നടത്തുന്ന സ്ഥലത്ത്. അപ്പം വെളിച്ചപ്പാടിനെ ദേവി അനുഗ്രഹിച്ചതിന് ശേഷം ദേവീനെ ഉള്ളിലേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും പുറത്ത് നിന്നതിന് ശേഷം വെളിച്ചപ്പാട് മാത്രം ഉള്ളിലേക്ക് കയറുവാണേ. അവിടെ ദേവീനെ പ്രാർത്ഥിച്ച് അതിന് ശേഷം ദേവി അനുഗ്രഹിച്ച് ശരിക്കുവേ. അതിന് ശേഷം ഇങ്ങനെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ വെളിച്ചപ്പാടിൻ്റെ ശരീരം ഭയങ്കരമായിട്ട് ചൂടാവും എന്നാണ് പറയണത്. അപ്പോൾ അവർ വെള്ളം ഒഴിച്ച് തണുപ്പിക്കും. ഇങ്ങനെ വെള്ളക്കുടത്തിൽ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷം ഇനി എല്ലാ ഉപദേവതമാർക്കും ഒരു പ്രദക്ഷിണം നടത്തുവേ. അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം നടത്തിയതിന് ശേഷമാണ് ഇവിടെ വന്ന് ലാസ്റ്റ് ഈ ഗുരുതി നടത്തുന്നിടത്ത് വന്ന് നിൽക്കുമ്പോൾ ഈ വെളിച്ചപ്പാടിനെ പട്ട്, അതുപോലെ ചിലമ്പ്, നമ്മുടെ ചിലമ്പില്ലേ, ചിലമ്പ്, അതുപോലെ മറ്റേ ശൂലം, അതുപോലെ ഒരു പന്തം ഒക്കെ നമ്മുടെ കയ്യിൽ വെളിച്ചപ്പാടിൻ്റെ കയ്യിൽ കൊടുക്കുവേ. കാരണം ഇപ്പോൾ വെളിച്ചപ്പാടായിക്ക് നിൽക്കുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരാളുടെ മേത്ത് ദേവിയാണ്. ദേവി അനുഗ്രഹിച്ച് ദേവിയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഭദ്രകാളി അമ്മയാണ് നിൽക്കുന്നത്, കാളിയമ്മ. അപ്പോൾ അതാ നെഞ്ചത്തൊക്കെ മറ്റേ ഇത് തേച്ച് കൊടുക്കുവാണ്. കുങ്കുമം പോലെ ഒരിത് തേച്ച് കൊടുക്കണം. അമ്മ അവിടെ നിന്ന് ശൂലമാണ് കയ്യിലിരിക്കണത്. അതിനുശേഷം ചിലമ്പുണ്ടല്ലോ ദേവിയുടെ, ചിലമ്പ് കയ്യിൽ അണിയിക്കുന്നതാണ് കാണുന്നത്. അപ്പം 3 ചിലമ്പുണ്ട്, അതൊക്കെ കയ്യിൽ അണിയിക്കുക. അത് പന്തം ഞാൻ പറഞ്ഞില്ലേ, പന്തം കൊണ്ടുവന്നു. ഇനി പന്തവും കൂടെ ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുവേ. അതിനുശേഷം ഈ പന്തവും ഇത് എല്ലാം ആയിട്ട് ദേവി, അതായത് ഈ താലപ്പൊലി വരുന്നത് മെയിൻ റോഡിലായിട്ടാണ്. അപ്പോൾ ഇത് അമ്പലം കുറച്ച് നമ്മുടെ ഇങ്ങോട്ട് മാറിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ദേവി ഈ താലപ്പൊലി എടുക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരെ അനുഗ്രഹിക്കും. അതാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ ഈ ഗുരുതി നടത്തുന്ന സ്ഥലത്താണ്, അടുത്താണ് ദേവീനെ പട്ടുടുപ്പിക്കുകയും ചിലമ്പണിയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ദേവി അനുഗ്രഹിച്ചു. അപ്പോൾ ഈ 3-4 ചേട്ടന്മാർ കൂടെ ഉണ്ടാവുക, എപ്പോഴും ദേവിയുടെ അടുത്തുണ്ടാവുകയെ, പ്രസാദമായിട്ടും അതുപോലെ ഈ പന്തം പിടിക്കാനും ഒക്കെ ആയിട്ട് ഇവർ പുറകെയുണ്ട്. അപ്പോൾ വെളിച്ചപ്പാട് അതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ല, കയ്യിൽ ചിലമ്പ് ഇട്ടേക്കണം കണ്ടോ, 2 കയ്യിലും ദേവിയുടെ ചിലമ്പാണ് ഇട്ടേക്കണത്. പിന്നെ ശൂലം കയ്യിൽ, പന്തം. അതിനുശേഷം അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമാണിത്. അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ഞങ്ങൾ പതുക്കെ വന്നേ ഉള്ളൂ. പുറകെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ഈ കുംഭകോണം എടുക്കുന്ന ആളുകൾ ദേവീനെ അപ്പോൾ ദേവി തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുന്നത്. അത് തിരിച്ച് മൂത്തേടത്തുകാവിലേക്ക് കുംഭകോണം പോണു. ആ സമയത്ത് ദേവി തിരിച്ച് നമ്മുടെ കാളിയമ്മ നടയിലേക്ക് തിരിച്ച് പോരുവാണ്. അപ്പോൾ വരുന്ന വഴി എല്ലാവർക്കും
പ്രസാദം കൊടുത്താണ് വന്നത്. അപ്പോൾ ഞാനത് കുമ്പോടത്തിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. കുമ്പോടം ബാക്കിൽ രഥത്തിൽ ദേവിയുടെ രൂപമൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും മൂത്തേടത്തുകാവിലേക്കാണ് ഈ ഒരു ഘോഷയാത്ര പോകുന്നത്. ഇതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ദേവീനെ അലങ്കരിച്ച് വെച്ചേക്കണേ. അതിനുശേഷം കാളിയമ്മ നടയിലേക്ക് വെളിച്ചപ്പാട് ദേവി പോകുന്നു. അപ്പോൾ ആ സൈഡിൽ നിൽക്കുന്നവർക്കൊക്കെ പ്രസാദവും അവരെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് ദേവി പോകുന്നത്. ശരിക്കും ഞങ്ങളപ്പോഴത്തേനും ഇവിടെ ചെന്നു. കാരണം ഇത് ഞാൻ എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമല്ലോ എന്നെടുത്തുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഉപദേവതമാരെയൊക്കെ അവിടെയൊക്കെ എടുത്ത് അനുഗ്രഹിച്ചതിന് ശേഷമാണ് എല്ലാ ഉപദേവതമാരുടെ അടുത്തും പോകുന്നുണ്ട്. വീരഭദ്രൻ, ശരിക്കും നമ്മൾ എന്താ പറയുക, ഇതൊക്കെ നമുക്കിതൊക്കെ കാണാൻ പറ്റുക എന്നൊക്കെ പറയണത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടോ അവിടെ ചെന്നു ദേവിയുടെ ചിലമ്പഴിച്ച് മാറ്റി, കയ്യിൽ നിന്ന് ചിലമ്പെടുത്ത് മാറ്റി, പട്ട് കഴുത്തിലിട്ടായിരുന്ന പട്ട് എല്ലാം മാറ്റി. അപ്പോൾ ഈ ശൂലം മാത്രമാണ് വെളിച്ചപ്പാടിൻ്റെ കയ്യിലുള്ളൂ. പിന്നെ അരയിൽ കിങ്ങിണിയുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മുടെ മൂലസ്ഥാനമുണ്ട്. അതായത് ഈ അമ്പലം പണിയുന്നതിന് മുന്നേ ഇപ്പം ഞാനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് അവിടെ ഒരു അവിടെ മാവ് അങ്ങനെയുള്ളൊരു മൂലസ്ഥാനമുണ്ട്. ആ മൂലസ്ഥാനത്തായിരുന്നു നേരത്തെ അമ്പലം ഇരുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഈ പുതിയ അമ്പലം പണിത് ഇങ്ങോട്ട് മാറ്റിയത് പ്രതിഷ്ഠ. അവിടെ ആ ശൂലം കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞങ്ങളിതെല്ലാം കണ്ടു തൊഴുത് അവിടെ എത്തി വെളിച്ചപ്പാട് ആ ശൂലം കയ്യിൽ നിന്ന് വെക്കുമ്പം ദേവിയുടെ ആ ഒരു അനുഗ്രഹം ആ ശരീരത്തിൽ നിന്ന് വെളിച്ചപ്പാടിൻ്റെ ശരീരത്തിൽ നിന്ന് മാറുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് അടുത്ത് പോയില്ല. നമ്മൾ അമ്പലത്തിൽ കയറി അങ്ങനെ ഒരുപാട് നമ്മൾ ഷൂട്ട് ചെയ്യണത് ശരിയല്ലല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോയില്ല. കുറച്ച് മാറി നിന്നൊക്കെയാണ് ഷൂട്ട് ചെയ്തേക്കണത്. അതിന് ശേഷം വെളിച്ചപ്പാടിൻ്റെ ദേവി ഇത് അനുഗ്രഹിച്ചത് മാറി. അപ്പം ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ദീപാരാധനയും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയും ചെയ്തു.